മൈക്രോ ഫിനാൻസിന്റെ പേരിൽ കോടികൾ വെട്ടിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കൂട്ടർക്കുമെതിരെ കേസെടുക്കണമെന്ന പരാതിയിൽ കോടതി ഇന്ന് വിധി പറയും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. മൈക്രോ ഫിനാൻസിൽ 80 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് 2003 മുതൽ 2015 വരെയുള്ള കാലയളവിൽ SNDP വായ്പയെടുത്ത 15 കോടിയോളം രൂപ വ്യാജ പേരുകളും മേൽവിലാസവും നൽകി വെള്ളാപ്പള്ളിയും കൂട്ടരും തട്ടിയെടുത്തുവെന്നാണ് VSന്റെ ആരോപണം. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് സോമൻ, മൈക്രോ ഫിനാൻസ് ചുമതലക്കാരൻ KK മഹേഷ്, പിന്നോക്ക വികസന കോർപ്പറേഷൻ മുൻ MD N നജീബ് എന്നിവരാണ് തട്ടിപ്പിലെ പ്രധാന കണ്ണികളെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് VS ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 5% മാത്രം പലിശയ്ക്ക് നൽകേണ്ട തുക 12 മുതൽ 18% വരെ പലിശയ്ക്ക് ഈഴവ സമുദായത്തിലെ സ്ത്രീകൾക്ക് നൽകിയെന്നാണ് മറ്റൊരു ആരോപണം. പിന്നോക്ക വികസന കോർപ്പറേഷനിലെ ജില്ലാ ഓഫീസർമാരും തട്ടിപ്പിൽ കണ്ണികളാണെന്ന് വിജിലൻസ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം താഴെത്തട്ടിൽ നടന്ന ക്രമക്കേടിന് നേതൃത്വം എങ്ങനെ കുറ്റക്കാരാകുമെന്ന് കോടതി ചോദിച്ചു. മൈക്രോ ഫിനാൻസിൽ 80,30,000 രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയ വിജിലൻസിന്റെ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് കോടതി ഇന്ന് വിധി പറയുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.